Hello all, I am Alfie Elizabeth Joseph, Assistant Professor, Tripoli Department, SNIT, Adur. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് EE 304 Advanced Control Theory Module 6 ഒരു ടോപ്പിക്കാണ്. സോ സെക്കൻഡ് മെത്തഡ് ഓഫ് ലിയപ്നോ ആണ് ഇന്ന് ഹാൻഡിൽ ചെയ്യുന്ന സെഷൻ. These are the portions for Module 6 and we are on the second half of Module 6. Objective is to obtain the stability using second method of Lyapunov. Second method or direct method and a physical meaning. Consider a system which is oscillating. നമുക്കറിയാം ആ സിസ്റ്റം എപ്പോഴാണ് സ്റ്റേബിൾ ആണ്, ആ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കംപ്ലീറ്റ് എനർജി ഡിക്രീസ് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്യണം ടോട്ടൽ എനർജി. എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? ടോട്ടൽ എനർജിയുടെ ടൈം ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കണം. എനർജി ഡിക്രീസ് ചെയ്ത് അതൊരു ഇക്വിലിബ്രിയം പോയിന്റ് എത്തുന്നോടം വരെ എനർജി ഡിക്രീസ് ചെയ്ത് വരണം. ഈ ടോട്ടൽ എനർജിനെ ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ടൈം ഡെറിവേറ്റീവ് ഓഫ് ദിസ് എനർജി ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് നെഗറ്റീവ് ഡെഫിനിറ്റ്. In the second method of Lyapunov or direct method, it is based on the theory of mechanics, that is ഒരു സിസ്റ്റത്തിന്റെ സ്റ്റോർഡ് എനർജി വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിക്രീസ് ചെയ്യുവാണ്. ഫൈനലി ഇറ്റ് വിൽ ബിക്കം അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ അറ്റ് ഇറ്റ്സ് ഇക്വിലിബ്രിയം പോയിന്റ്. സോ Lyapunov സ്റ്റെബിലിറ്റി അനാലിസിസിൽ ഇതിനും കൂടെ സിമിലർ ആയിട്ടൊരു എനർജി ഫംഗ്ഷനെയാണ് കൺസിഡർ ചെയ്യുന്നത്, V of x, and this depends on all states of a system. ഇപ്പോൾ V of x ആദ്യമേ കൂടിയ വാല്യൂ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ V of x കുറയണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ഷുഡ് ബി റെഡ്യൂസ്ഡ്. സോ ആ ഒരു കൺസെപ്റ്റാണ് ഈ മെത്തേഡ് സെക്കൻഡ് മെത്തേഡിൽ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. സോ the procedure for determining stability by Lyapunov's second method is as follows. First one, we have to assume an energy function equivalent ആയിട്ടൊരു പോസിറ്റീവ് ഡെഫിനിറ്റ് ഫംഗ്ഷൻ V of x അസ്യൂം ചെയ്യണം. വൈ പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ വാല്യൂ കൂടുതലാണ് ഇനീഷ്യലി. അതിനുശേഷം we have to determine V dot x. V dot x നോക്കുന്നു, അതിൻ്റെ ഡെഫിനിറ്റ്നെസ് ചെക്ക് ചെയ്യുന്നു. V dot x determine ചെയ്തതിനു ശേഷം we have to evaluate dv by dt along the trajectory by substituting for the derivatives x1 dot x2 dot etc from the state equation. അപ്പോൾ dv by dt നെ ഇവാലുവേറ്റ് ചെയ്യണം, അതിൻ്റെ അകത്ത് x1 dot x2 dot സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെക്ക് whether dv by dt അതായത് v dot x it is negative definite in the region where v of x is positive definite. v of x പോസിറ്റീവ് ഡെഫിനിറ്റ് ആയോടത്ത് v dot x നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. ഇഫ് നോട്ട്, ചെക്ക് വെദർ ഇഫ് ഇറ്റ് ഇസ് അറ്റ്ലീസ്റ്റ് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ്. ഇനി V dot x നെഗറ്റീവ് ഡെഫിനിറ്റ് അല്ല എങ്കിൽ കൂടി നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. dv by dt ചെക്ക് ചെയ്തപ്പോൾ അതായത് V dot x നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആണ്, വി ഹാവ് ടു ചെക്ക് അനദർ കണ്ടീഷൻ, ദാറ്റ് ഈസ് ഈ V dot x വാനിഷ് ചെയ്യുന്ന ഒറിജിൻ മാത്രമാണോ അതോ മറ്റേതെങ്കിലും പോയിന്റിൽ വാനിഷ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. By substituting the condition for dv by dv to vanish. അപ്പം നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആണെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് വാനിഷസ് ഓൺലി അറ്റ് ദ ഒറിജിൻ. ഇനി സപ്പോസ് അത് ഒറിജിനിൽ ഉള്ളൂ V dot x വാനിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ V dot x നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെങ്കിൽ by using theorem 1 and theorem 2, either of theorem 1 or theorem 2, we can say that the system is stable. So procedure for second method of Lyapunov for stability analysis is, ഫസ്റ്റ് നമ്മൾ V of x അസ്യൂം ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. രണ്ടാമതായിട്ട് V dot x കണ്ടുപിടിക്കുന്നു. V dot x കണ്ടുപിടിക്കുമ്പോൾ x1 ഡോട്ട് x2 ഡോട്ട് സ്റ്റേറ്റ് ഇക്വേഷൻസ് dv by dt V dot xൻ്റെ അകത്ത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫൈനലി V dot x ചെക്ക് ചെയ്യുന്നു, അത് നെഗറ്റീവ് ഡെഫിനിറ്റ് ആണോ എന്ന് നോക്കുന്നു. ഇനി നെഗറ്റീവ് ഡെഫിനിറ്റ് അല്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആണോ എന്ന് നോക്കുന്നു. അങ്ങനെ നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആണെങ്കിൽ ഒരു കണ്ടീഷൻ കൂടെ നോക്കണം, V dot x ഒറിജിനിലാണോ വാനിഷ് ചെയ്യുന്നത്. ഒറിജിനിൽ മാത്രം വാനിഷ് ചെയ്യുന്നത് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ V dot x നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ്, അല്ലെങ്കിൽ V dot x നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ഒപ്പം അതിൻ്റെ കൂടെ ഒരു പോയിന്റ് കൂടെ ആഡ് ആം, ഇറ്റ് വിൽ വാനിഷ് ഓൺലി അറ്റ് ദ ഒറിജിൻ. സോ ഈ രണ്ട് ക്രൈറ്റീരിയ അല്ലെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ either using theorem 1 or theorem 2 we can say that the system is stable. Now we will consider problem.
Determine the stability of a non-linear system governed by the equations x1 dot is equal to minus x1 plus 2x1 square into x2 and x2 dot is equal to minus x2. അപ്പോൾ നമുക്കൊരു നോൺ ലീനിയർ സിസ്റ്റം രണ്ട് സ്റ്റേറ്റ് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നോക്കണം. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ ഈ പ്രൊസീജിയർ യൂസിങ് സെക്കൻഡ് മെത്തേഡ് നമ്മൾ എന്താ ഫസ്റ്റ് വി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് ഫംഗ്ഷനെ അസ്യൂം ചെയ്യണം. അപ്പോൾ വി ഓഫ് എക്സ് പോസിറ്റീവ് ഡെഫിനിറ്റ് നമുക്ക് പല എക്സാമ്പിൾസ് അറിയാം. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എപ്പോഴും മനസ്സിൽ ഓർക്കുക. വി ഓഫ് എക്സ് ഈക്വൽസ് x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ. x1 x2 ഏത് വാല്യൂ ആയിക്കോട്ടെ അതിൻ്റെ ആൻസർ പോസിറ്റീവ് ആണ്. x1 x2 0 ആകുമ്പോൾ മാത്രമേ വി ഓഫ് എക്സ് അവിടെ 0 ആകത്തുള്ളൂ. അതുകൊണ്ടാണ് അത് പോസിറ്റീവ് ഡെഫിനിറ്റിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ നമുക്ക് എഴുതാം വി ഈസ് ഈക്വൽ ടു x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ. വി ഏതെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഡി വി ബൈ ഡി ടി അല്ലെ വി ഡോട്ട് എക്സ് ആണ് കാണേണ്ടത്. സോ അത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യും. എന്തായിട്ട് മാറും? x1നെ x2നെ വി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഡി വി ബൈ ഡി ടിനെ എങ്ങനെ എഴുതാം? ഡോ വി ബൈ ഡോ x1 ഇൻറ്റു ഡി x1 ബൈ ഡി ടി പ്ലസ് ഡോ വി ബൈ ഡോ x2 ഇൻറ്റു ഡി x2 ബൈ ഡി ടി. പാർഷ്യൽ ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഡോ വി ബൈ ഡോ x1 എന്താ? വി എന്ന് പറഞ്ഞ x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ. അപ്പോൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു x1 പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x1ഉം ഡോ വി ബൈ ഡോ x2 എന്ന് പറയുന്നത് 2x2 ആയിട്ട് കിട്ടും. therefore dx1 ബൈ ഡി ടിനെ എങ്ങനെ എഴുതാം? dx1 ബൈ ഡി ടി എങ്ങനെ? x1 ഡോട്ട് അത് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ് മൈനസ് x1 പ്ലസ് 2x1 സ്ക്വയർ ഇൻറ്റു x2. സിമിലർലി നമുക്ക് dx2 ബൈ ഡി ടിനെ എങ്ങനെ എഴുതാം? x2 ഡോട്ട് എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആസ് മൈനസ് x2. സോ ഡി വി ബൈ ഡി ടി ഈക്വൽസ് നമുക്ക് ഡോ വി ബൈ ഡോ x1 എന്ന് പറഞ്ഞാൽ 2x1 കിട്ടി. x1 ഡോട്ട് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു പ്ലസ് ഡോ വി ബൈ ഡോ x2 എന്ന് പറയുന്ന 2x2 ഇൻറ്റു dx2 ബൈ ഡി ടി ദാറ്റ് ഇസ് x2 ഡോട്ട് അത് ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോമൺ എടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് മൈനസ് 2x1 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു x1 x2 ഇതിൻ്റെ അകത്തുനിന്ന് 2x1 സ്ക്വയർ കോമൺ എടുത്തു മൈനസ് 2x2 സ്ക്വയർ എന്ന് കിട്ടി. സോ ഈ വി ഡോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണോ നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് ആണോ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? നോക്കിക്കേ, 1 മൈനസ് 2 ഇൻറ്റു x1 ഇത് രണ്ടും നെഗറ്റീവ് ആണ്. അപ്പം നമുക്ക് അറിയാം എപ്പോഴും ഇതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും എന്നറിയാം. പിന്നെ പോയിട്ട് നമുക്ക് നോക്കാനുള്ള ഒറിജിനൽ അല്ലാതെ മറ്റേതെങ്കിലും വാല്യൂവിൽ ഇത് 0 ആവുന്നുണ്ടോ? സാധ്യതയില്ല. പോയിട്ട് നമുക്ക് 1 മൈനസ് 2 ഇൻറ്റു x1 x2 പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ ടേം നെഗറ്റീവ് ആണ്. രണ്ട് നെഗറ്റീവ് ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് കിട്ടും. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഡി വി ബൈ ഡി ടി അല്ലെ വി ഡോട്ട് എക്സ് വിൽ ബി നെഗറ്റീവ് ഡെഫിനിറ്റ് ഇഫ് 1 മൈനസ് 2 ഇൻറ്റു x1 x2 ഗ്രേറ്റർ ദാൻ 0. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഈ നെഗറ്റീവ് പോസിറ്റീവ് ആവും. അപ്പോൾ ഈ വാല്യൂ കൂടുതലാണ് ഇതിനേക്കാളും എങ്കിൽ ഇത് പോസിറ്റീവ് ആയിരുന്നു. സോ കണ്ടീഷൻ ഉണ്ട് ഈ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം. 1 മൈനസ് 2 x1 x2 ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ വി ഡോട്ട് എക്സ് അല്ലെങ്കിൽ ഡി വി ബൈ ഡി ടി നെഗറ്റീവ് ഡെഫിനിറ്റ്. Thus Lyapunov criterion is satisfied and hence the origin of the system is asymptotically stable എന്ന് പറയാൻ പറ്റും. ഒറിജിൻ ഇക്വിലിബ്രിയം പോയിന്റ് എങ്ങനെ കിട്ടുന്നത്? x1 ഡോട്ട് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുക, x2 ഡോട്ട് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ x1 x2ൻ്റെ വാല്യൂ എന്താ കിട്ടുന്നത്? അതാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ തിയറം അനുസരിച്ച് ഇത് സിസ്റ്റം ഒറിജിനിൽ അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ. Next question. Investigate the stability of the following nonlinear system using direct method of Lyapunov. Direct method ആണ് second method എന്ന് പറയുന്നത്. So given question x1 dot is equal to x2, x2 dot is equal to minus x1 minus x1 square into x2. So നമുക്ക് രണ്ട് സ്റ്റേറ്റ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ എങ്ങനെ പ്രൊസീഡ് ചെയ്യണം? ഇവിടെയും സെക്കൻഡ് മെത്തേഡ് അല്ല ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ്? ഫസ്റ്റ് നമുക്ക് വി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് ഫംഗ്ഷനെ അസ്യൂം ചെയ്യണം. സോ എപ്പോഴും ഓർക്കുക x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ എന്നൊരു പോസിറ്റീവ് ഡെഫിനിറ്റ് മനസ്സിൽ കരുതുക.
So Lyapunov function v is equal to x1 square plus x2 square. So അടുത്ത സ്റ്റെപ്പ് എന്തുവാ? dv by dt അല്ലെങ്കിൽ v dot x കാണണം. v dot is equal to എങ്ങനെ എഴുതാം? dou v by dou x1 into x1 dot plus dou v by dou x2 into x2 dot. dou v by dou x1 എന്ന് പറഞ്ഞാൽ എന്തുവാ? 2x1 ഉം dou v by dou x2 എന്ന് പറഞ്ഞാൽ 2x2 ആണ്. സോ ഓരോ ക്വസ്റ്റ്യനിൽ v of x സെയിം എടുത്തെങ്കിലും v dot x സെയിം ആകത്തില്ല. കാരണം തന്നിരിക്കുന്ന x1 dot x2 dot ആണ് അവിടെ ഇട്ട് കൊടുക്കേണ്ടത്. മാറിപ്പോവല്ല. സോ ആൻസർ എങ്ങനെ എഴുതാൻ പറ്റും? 2x1 into x1 dot എന്ന് പറഞ്ഞാൽ x2 ആണ് പ്ലസ് 2x2 into ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന x2 dot സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ആ ബ്രാക്കറ്റിനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2x1 x2 minus 2x1 x2 minus 2x1 square into x2 square. അപ്പോൾ ഇതും ക്യാൻസൽ ആയിട്ട് പോയിട്ട് നമുക്ക് എന്ത് കിട്ടി? -2 into x1 square into x2 square. സോ ഇത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണോ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണോ? x1 x2 നെഗറ്റീവ് ആണെങ്കിലും അതിൻ്റെ സ്ക്വയർ ആൻഡ് എപ്പോഴും പോസിറ്റീവ് വാല്യൂ കിട്ടുന്നത്. സോ ഏത് വാല്യൂനും ആയിരിക്കട്ടെ ഈ v dot x എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും. സോ അത് നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെന്ന് പറയാലോ. x1 x2 വേറെ ഏതെങ്കിലും വാല്യൂ 0 0 അല്ലാതെ വേറെ ഏതെങ്കിലും വാല്യൂ ആ v dot x 0 ആവുന്നുണ്ടോ? ഇല്ല. ബാക്കി -2 കോമൺ ആണ്. x1 സ്ക്വയർ x2 സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആണ് തരുന്നത്. 0 അല്ലാത്ത കേസിൽ മാത്രം. അപ്പോൾ എന്തുവാ? അത് നെഗറ്റീവ് ഡെഫിനിറ്റ് ആണെന്ന് പറയാം. Therefore we can say that the origin of the system is asymptotically stable in the large. Question from this section. State the Lyapunov's main stability theorem. Explain the stability of the system described by. ഇപ്പോൾ തിയറം പഠിച്ചേക്കണം. 3 തിയറംസ് 4 തിയറംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ തിയറം വെച്ചിട്ടാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് ഇത് അസിംപ്റ്റോട്ടിക്കലി സ്റ്റേബിൾ ആണെന്നുള്ള കാര്യം. സോ സ്റ്റെബിലിറ്റി ക്വസ്റ്റ്യൻ x1 dot is equal to x2 minus x1 into x1 square plus x2 square. And x2 dot is equal to minus x1 minus x2 into x1 square plus x2 square. x2 raised to 1 plus x2 square എന്നാണ് ക്വസ്റ്റ്യൻ. സോ യൂഷ്വൽ പ്രൊസീജിയർ x1 dot x2 dot ഒന്നുകൂടെ എടുത്ത് എഴുതുക. അതിനുശേഷം നമ്മൾ എന്ത് കാണും? ഒരു പോസിറ്റീവ് ഡെഫിനിറ്റ് ആയിട്ടുള്ള v of xനെ അസ്യൂം ചെയ്യും. നമ്മുടെ സെക്കൻഡ് മെത്തേഡ് അല്ല ഡയറക്റ്റ് മെത്തേഡിന്റെ സെയിം പ്രൊസീജിയർ. ഒരു Lyapunov ഫംഗ്ഷൻ v of x ചൂസ് ചെയ്യുന്നു. പോസിറ്റീവ് ഡെഫിനിറ്റ് ആയിട്ടുള്ള x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ. അതിനുശേഷം v dot x അല്ലെങ്കിൽ dv by dt കമ്പ്യൂട്ട് ചെയ്യുന്നു. അപ്പം dou v by dou x1 into dx1 by dt പ്ലസ് dou v by dou x2 into dx2 by dt എന്ന് എഴുതും. ഇനി dou v by dou x1 എങ്ങനെ വരും? 2x1 ആണ്. അതേപോലെ dou v by dou x2 പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x1 അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരും. അപ്പോൾ അത് 2x2 എന്ന് കിട്ടും. ഇനി dx1 by dt is equal to x1 dot അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. x2 minus x1 into x1 square plus x2 square. അതേപോലെ തന്നെ dx2 by dt is equal to x2 dot that is equal to minus x1 minus x2 into x1 square plus x2 square. So v dot x equals dv by dt എന്ന് പറഞ്ഞാൽ dou v by dou x1 അത് എത്ര 2x1 into x1 dot ക്വസ്റ്റ്യനിൽ തന്ന എടുത്ത് എഴുതുക പ്ലസ് dou v by dou x2 എന്ന് പറയുന്നത് 2x2 into x2 dot എടുത്ത് എഴുതുക. സോ നമുക്ക് മുമ്പേ ക്വസ്റ്റ്യനിൽ x2 raised to 1 എന്നായിരുന്നു. അത് x1 സ്ക്വയർ എന്നാണ് കേട്ടോ. x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ. സോ ഇനി ഈ ബ്രാക്കറ്റിനെ എല്ലാം ഓപ്പൺ ചെയ്യുക. -2 x1 x2 -2 x1 സ്ക്വയർ into x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ -2 x2 x1 -2 x2 സ്ക്വയർ into x1 സ്ക്വയർ പ്ലസ് x2 സ്ക്വയർ എന്ന് എഴുതി. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് ഏത് കോമൺ എടുക്കാൻ പറ്റും? സോ ഈ ടേമും -2 x1 x2 -2 x1 x2. സോ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? -2 x1 square into x1 square plus x2 square -2 x2 square into x1 square plus x2 square എന്ന് വരും. സോ ഇത് പോസിറ്റീവ് ആട്ടോ, പ്ലസ് ആണ്, ഇവിടെ മൈനസ് ഇല്ല.
സോ ഇതും കൂടെ ക്യാൻസൽ ആയി പോകുന്നതാണ്. പോയിട്ട് ഈ രണ്ട് ടേം മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൻ്റെ അകത്തുനിന്ന് എന്ത് കോമൺ എഴുതാം? x1² പ്ലസ് x2² കോമൺ എടുത്ത് എഴുതാം. ഒരു മൈനസും കോമൺ എഴുതാം. പോയിട്ട് എന്ത് വരും? 2x1² പ്ലസ് 2x2² വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുന്ന് -2 വെളിയിലെടുക്കുന്നു. -2 ഇൻറ്റു x1² പ്ലസ് x2² ദ ഹോൾ സ്ക്വയർ. നമുക്കറിയാം എപ്പോഴും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താ? പോസിറ്റീവ് വാല്യൂ. അതിൻ്റെ കൂടെ ഒരു നെഗറ്റീവ് വരുമ്പോൾ എപ്പോഴും അതെന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ തന്നെയായിരിക്കും. അതേപോലെ ഇത് 1ഉം ഇത് -1ഉം ആണല്ലോ. ഏത് വാല്യൂയിലാണെങ്കിലും അതൊരിക്കലും 0 ആകത്തില്ല. ഒറിജിനിൽ മാത്രമേ 0 ആവുന്നുള്ളൂ. സോ നമുക്ക് ഉറപ്പിക്കാം എന്തോ v.x എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ്. And it shows that v of x is continuously decreasing along any trajectory. Thus, Lyapunov criterion is satisfied and the origin x1 equal to 0 and x2 equal to 0 is the equilibrium point and is asymptotically in the large, asymptotically stable in the large. ഈ v of x എന്ന് പറയുന്ന പേരാണ് എന്താ? Lyapunov function എന്ന് പറയുന്നത്. പോസിറ്റീവ് ഡെഫിനിറ്റ് ഫംഗ്ഷൻ എടുക്കുന്നു. അതിന് സമയം അനുസരിച്ച് അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അതാണ് ശരിക്കും പറഞ്ഞാൽ ലിയപ്നോവ് സ്റ്റെബിലിറ്റി അനാലിസിസ്. Stability can be determined using a positive definite Lyapunov function v of x. And this is based on the concept that if the stored energy of a system continuously decreases with time, then the system possesses asymptotically stable equilibrium state. That is, for the system to be stable, v.x should be negative definite or negative semi-definite. Investigate the stability of the following nonlinear system using Lyapunov's direct method. x1 dot is equal to x2, x2 dot is equal to minus x1 minus x1 square into x2. സോ ഡയറക്റ്റ് മെത്തേഡ് നമ്മളിപ്പോൾ പഠിച്ചതാണ്. അത് തന്നെയാണ് ഡയറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ സെക്കൻഡ് മെത്തേഡ്. ആ രീതിയിൽ തന്നെ സോൾവ് ചെയ്യണം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ പ്രൊസീജിയർ ഫോർ ഡിറ്റർമൈനിങ് സ്റ്റെബിലിറ്റി ബൈ സെക്കൻഡ് മെത്തേഡ് ഓഫ് Lyapunov. That's the end of this section. For any queries, mail to alfie@gmail.com. Thank you.